ഹായ് ഓൾ, പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ സൗദിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് എൻ്റെ രണ്ടാമത്തെ അനിയത്തി താമസിക്കുന്ന ദമാമിലോട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വരുന്നതിന് മുൻപായിട്ട് ബോംബെയിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് സമയത്ത് അവരൊന്ന് ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടായിരിക്കും, എനിക്ക് എത്ര അനിയത്തിമാർ ആക്ച്വലി ഉണ്ടെന്നല്ലേ. ഞാൻ എപ്പോൾ പറഞ്ഞാലും ബോംബെയിൽ പറഞ്ഞാലും ദമാമിൽ പറഞ്ഞാലും അനിയത്തിയുടെ വീട്ടിൽ പോയി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. ഒരാൾ ദമാമിലുണ്ട്. അപ്പോൾ ദമാമിലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് വന്നത്. അതുപോലെ ബോംബെയിൽ എനിക്ക് ഏറ്റവും ഉള്ള ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ 2 അനിയത്തിമാരാണ് എനിക്കുള്ളത്. വരുന്ന വഴിക്ക് ബോംബെയിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിന്. ആ സമയത്ത് ബോംബെയിൽ അനിയത്തിയുടെ വീട്ടിൽ പോയി അനിയത്തി ഫാമിലി കണ്ടിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ദൂരെ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നുണ്ടോ? അവിടെയാണ് എൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്നത്. മോർഗൻ സ്റ്റാൻലിയുടെ മുംബൈയിലെ ഓഫീസിലാണ് കേട്ടോ അനിയൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വലത് സൈഡിൽ കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇവർ മാർവാടികളാണ് കേട്ടോ. മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇവർക്ക് ഒത്തിരി സംവരണമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവരതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ഒന്ന് നന്ദി പറയണം കേട്ടോ. ദൈവം നമുക്ക് ഒത്തിരി നല്ല സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ ബിൽഡിങ്ങിൽ അവർ എത്തിയിട്ടുണ്ട്. മുംബൈയിലെ മീര റോഡിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എത്താൻ വേണ്ടി. ഈ ബിൽഡിങ്ങിൻ്റെ 8th ഫ്ലോറിലാണ് അവർ താമസിക്കുന്നത് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അവിടെ പോയിട്ട് അത്ര സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഫുഡ് കഴിച്ചിട്ട് അവർ ഇറങ്ങി. നേരത്തെ ഇറങ്ങാൻ കാരണമുണ്ട്, അനിയനെ കാണണം. അവർ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്ന അനിയൻ ലീവ് എടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് യാദൃശ്ചികമായിട്ടുള്ള യാത്രയായിരുന്നില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെയിറ്റിംഗ് കിട്ടിയപ്പോൾ കൂടുതൽ സമയം കിട്ടിയതുകൊണ്ട് അവർ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. മെട്രോയിൽ കയറിയാൽ മാത്രമേ അനിയൻ്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് അനിയനെ കണ്ടിട്ട് വേണം ഇനി മുംബൈ എയർപോർട്ടിലോട്ട് പോവാൻ. ഈവനിങ് ആണ് ഫ്ലൈറ്റ്. 3 മണിക്കൂർ മുമ്പേ നമുക്ക് അവിടെ എത്തിയാൽ മതിയാവും. മെട്രോയിലൂടെയുള്ള യാത്ര എത്ര പേർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ എറണാകുളത്ത് ലുലു മാളില്ലേ, അവിടെ നിന്ന് ഒരുക്കിയ ഞാൻ ലുലു മാളിൽ പോയ സമയത്ത് അതിനകത്തുനിന്ന് മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മെട്രോയിലൊക്കെ കയറിയിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. മെട്രോയിലൊക്കെ നല്ല തിരക്കാണ്. സ്ഥിരമായിട്ട് മെട്രോയിൽ യാത്ര ചെയ്ത് ഉപജീവന മാർഗത്തിനൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. ഈ മനുഷ്യൻ്റെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നെയാണ് ഈ മെട്രോ സംവിധാനം എന്നൊക്കെ പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗമനം അല്ലേ. അതുപോലെ തന്നെ മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് സുലഭമായിട്ട് കിട്ടാറുണ്ട്. പാനിപ്പൂരി, വടാപ്പാവ്, അതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി ഇന്ന് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനകത്ത് കയറുവാണ്. അതുപോലെ ഇറങ്ങുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, തിരക്കായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി കേട്ടോ. നമ്മുടെ എറണാകുളത്തും ലുലു മാളിനകത്ത് നിന്ന് അവർ കയറിയിട്ടുണ്ട്. എങ്കിലും ബോംബെയിൽ വന്നിട്ട് അവളോടൊപ്പം ചേർന്ന് പോകുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിത്തിമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ചിത്തി എന്നാണ് വിളിക്കുന്നത്. ചിറ്റ, ചിത്തി, കുഞ്ഞമ്മ, ചെറിയ അമ്മി എന്തൊക്കെയല്ലേ. അമ്മയുടെ അനിയത്തി എന്തൊക്കെയാണ് പേരിലാണ് വിളിക്കുന്നത് അല്ലേ. ദേശം മാറുമ്പോൾ കേരളമാണെങ്കിലും മലയാളമാണെങ്കിലും പല പല ദേശങ്ങളിൽ പല പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരേ കാര്യമായിരിക്കും, പക്ഷേ പല സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ പല വാക്കുകളായിട്ട് അത് മാറാറുണ്ട്. എൻ്റെ അനിയത്തിയുടെ മുടിയുണ്ടോ, നല്ല നീളമുള്ള കട്ടിയുള്ള മുടിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിനകത്ത് ഏറ്റവും മുടി ഉണ്ടായിരുന്ന അവൾക്കായിരുന്നു. അപ്പോൾ ഒരു 5-6 മാസത്തിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ മുടി മുറിച്ച് കളഞ്ഞു. മുടി മുറിച്ച് കളഞ്ഞതല്ല, നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ മുറിച്ചത്. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി. എങ്കിലും നല്ലൊരു കാര്യത്തിനാണല്ലോ ചെയ്തതെന്ന് ഓർത്തപ്പോൾ സന്തോഷമായി. കുഴപ്പമില്ല. ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനാണ് കേട്ടോ അവൾ മുടി മുറിച്ചത്. അപ്പോൾ അവളൊരു ഫ്രണ്ട് വഴി, നല്ല വിശ്വാസ്യമായിട്ടുള്ളൊരു സ്ഥാപനം വഴിയാണ് അത് അവർ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ല മുടി ഉണ്ടെങ്കിൽ, അത് വളരുന്നതാണെങ്കിൽ നിങ്ങളും അത് ചെയ്യുക. ഞാൻ മുംബൈ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാവോ? ഈ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഇല്ലേ മുംബൈയിലെ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ. യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ വ്ളോഗേഴ്സൊക്കെ ഒത്തിരി ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതെനിക്കും ചെയ്യണമെന്നുണ്ട്. ഈ ബിൽഡിംഗ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വലിയ ബിൽഡിംഗാണ്. മോർഗൻ സ്റ്റാൻലിയുടെ മുംബൈയിലെ ഓഫീസാണിത്. ഇവിടെയാണ് എൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അനിയൻ വരുവാണ്. അപ്പോൾ ഇടയ്ക്ക് ഒത്തിരി സമയം കിട്ടി. ആ സമയത്ത് ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ഓടി വരുവാണ്. ഒത്തിരി നാളുകൊണ്ട് ഞങ്ങളെല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോൾ അത് കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ആ മുഖത്ത് കാണാനായിട്ടുണ്ട്. ചായയും വടാപ്പാവും ഒക്കെ എല്ലാവരും ചേർന്ന് കഴിക്കുവാണ്. എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയുടെ ഹസ്ബൻഡാണിത് കേട്ടോ. അപ്പോൾ അനീഷ് എന്നാണ് പേര്. അപ്പോൾ സന്തോഷത്തോടെ, അല്പസമയമാണ് കിട്ടിയതെങ്കിൽ സന്തോഷത്തോടെ നിന്നിട്ട് അവർ യാത്ര തിരിച്ചു. അപ്പോൾ ഇനി പോകുന്നത് മുംബൈ എയർപോർട്ടിലോട്ടാണ്. 10 നിലയോളമുള്ള എയർപോർട്ടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.
നമ്മുടെ ബോംബെ എയർപോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞതാണ്, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് അനിയത്തിയുടെ അടുത്ത് പോകണമെന്നുണ്ട്. ഇവിടെ നിന്ന് പോകുന്ന ഒരു സമയത്ത് അനിയത്തിയുടെ അടുത്ത് പോയിട്ട് നാട്ടിലോട്ട് പോകണമെന്നുണ്ട്. ഇത് ഫുള്ള് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞതെന്നാണ് പറയുന്നത് കേട്ടോ. എയർപോർട്ടിനകത്ത് ഫുള്ള് പച്ചയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എയർപോർട്ടിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല പച്ചപ്പാണ് കേട്ടോ. അതിൻ്റെ നേരെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ മൊത്തം പച്ചപ്പാട്ടോ. മൊത്തം ആ ബിൽഡിങ്ങിൽ മൊത്തം മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളും അനിയത്തിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അനിയത്തി കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഒക്കെ തിരിച്ചു പോകണം. ഇനി എയർപോർട്ടിനകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ വെള്ളച്ചാട്ടം. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടെന്ന് പോലും പറയത്തില്ല. ഞാനിതുവരെ കണ്ടിട്ടുള്ളിടത്തൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ചിലപ്പോൾ ഇത് നിങ്ങൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ള എയർപോർട്ടുകൾ ഉണ്ടാവാം. ഇങ്ങനെ പച്ചപ്പൊക്കെ ഉള്ള നല്ല സൂപ്പർ, ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ടുള്ള എയർപോർട്ടൊക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിലക്കൊക്കെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഷോപ്പിംഗ് മോൾ പോലെ അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരു സ്ഥലം പോലെ തോന്നത്തുള്ളൂ അല്ലേ. നല്ല ഒത്തിരി തിരക്കൊക്കെ ഉള്ള ഒരു എയർപോർട്ടാണ് ബോംബെ എയർപോർട്ട്. മാക്സിമം നല്ല വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. ഇത് എയർപോർട്ടിനകത്ത് വെച്ച് കണ്ട ഒരു ഡോഗാണ്. ഇതിനെ കണ്ട ഉടനെ തന്നെ 2 കുഞ്ഞുങ്ങളും അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എവിടെ പട്ടിയെ കണ്ടാലും പൂച്ചയെ കണ്ടാലും അത് എത്ര കടിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേടിയില്ല. അപ്പോൾ അവർ അനിയത്തിയുടെ യാത്രയൊക്കെ പറഞ്ഞ് തിരിക്കുവാണ്. വളരെ വിഷമമാണ്, കുഞ്ഞുങ്ങളെ മുഖമൊക്കെ കണ്ടാൽ അറിയാം. എന്നാലും വീണ്ടും കാണാലോ അല്ലേ, നമ്മളെ വീട്ടിനകത്തുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.